നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലേക്ക് വെർദയ്ക്ക് വേണ്ടി പൊളിച്ചടുക്കിയ വൊസീഞ്ഞ അടുത്ത സീസണിൽ ഏത് ക്ലബിൽ കളിക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ഇന്റർ മയാമി താരത്തിനായിട്ട് രംഗത്തുണ്ട് എന്ന് ചില റൂമറുകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊരിക്കലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂമർ ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള വാർത്ത ചെയ്തിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ വൊസീഞ്ഞ ഒടുവിൽ ലാറ്റിൻ അമേരിക്കയിലേക്ക് എത്തുന്നു. ബ്രസീലിയൻ ക്ലബ്ബ് ഗ്രമിയോ താരത്തിനായിട്ട് രംഗത്തുണ്ടെന്ന വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ ചിലിയൻ ക്ലബ്ബായിട്ടുള്ള കോലോയിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. ലാറ്റിൻ അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം വരും മണിക്കൂറുകളിൽ തന്നെ ചിലിയിലേക്ക് ട്രാവൽ ചെയ്യും. അവിടെ ഫൈനൽ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇറ്റാലിയൻ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോ പറയുന്നത് ഹിയർ വി ഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു. വെർബൽ എഗ്രിമെൻ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഗോൾ കീപ്പറും കോലോയും തമ്മിൽ. ഡോക്യുമെൻറ്റ്സ് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. അത് ഈ ഒരു വീക്കെൻഡിൽ സംഭവിക്കും. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് നടക്കും എന്നാണ് ഫബ്രിസിയോ റൊമാനോയും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഈ ഒരു ഡീലിൻ്റെ ഫോർമൽ സ്റ്റെപ്പുകൾ നടക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. വേൾഡ് കപ്പിൽ നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു പ്രകടനമാണ് 40-കാരനായിട്ടുള്ള വൊസീഞ്ഞ നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ കളിച്ചത് പോർച്ചുഗീസ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള ഷാവേസിലായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലേക്ക് അദ്ദേഹം എത്തുന്നത്. കോലോ എന്ന ചിലിയൻ ക്ലബ്ബിലേക്ക് അദ്ദേഹം എത്തുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.